ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ചേച്ചി ഒരു അതിഭീകര ക്രിട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലല്ല എപ്പോഴും ഇങ്ങനെ ശ്രീകുട്ടൻ പാടിത്തരണം ചേച്ചി ആഗ്രഹിക്കുന്നു? അയ്യോ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല, പാടിത്തരണമെന്നൊന്നും അത് പറയാറേ ഇല്ല. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ബാലിശമായ കാര്യങ്ങളൊന്നും ആദ്യം തൊട്ടേ ഇല്ല. ആദ്യം ഇല്ല, ഞാൻ വെരി ഫസ്റ്റില് ഞാൻ പ്രോബബ്ലി ഞാൻ പറഞ്ഞിരിക്കാം. അറിയാതെ അല്ലേ? ഇല്ല. അതിനുശേഷം ശ്രീകുട്ടൻ 1-2 പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ അത് വളരെ വിരളമാണ്. പിന്നെ അതിനുശേഷം ഒന്നും, കാരണം ഞാൻ എപ്പോഴും ഇത് കേൾക്കുന്നില്ലേ, ഞാൻ എപ്പോഴും ഇത് പലരും ചോദിക്കാറുള്ളതാണ്. കാരണം ഇങ്ങനെ ഏത് പാട്ടാണ് പാടിത്തരുന്നത്, നമ്മളെന്താണ് വൈകുന്നേരം അങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ പാടാൻ നിനക്കൊരു അങ്ങനെ ഒരു പാട്ട് പാടണം അങ്ങനെ പറയാറില്ല. ഒന്നും പറഞ്ഞിട്ടേ ഇല്ല ചേച്ചി. കാരണം എന്റെ ക്ഷീണവും എന്റെ വിഷമം മനസ്സിലാക്കി ഞാനൊന്നും അങ്ങനെ ഒന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല, അവകാശപ്പെട്ടിട്ടുമില്ല, അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പൊ ഒരു ഉത്തമയായ ഭാര്യയാണ്. അല്ല അതുകൊണ്ട് അങ്ങനെ ആവണമെന്നൊന്നും. അല്ല ചേട്ടൻ ഇപ്പൊ പറഞ്ഞല്ലോ എന്റെ ക്ഷീണങ്ങളും എല്ലാം അറിയുന്ന ഒരാൾ. എനിക്ക് ഒരാളെ ബോധർ ചെയ്യുന്ന ഇഷ്ടമല്ല. കാരണം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് വന്നിട്ട് അത് ചെയ്യൂ ഇത് അങ്ങനത്തെ ഒന്നുമില്ല. മാത്രല്ല ഇപ്പൊ ഞാൻ പാടുന്ന പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ഇദ്ദേഹമായിരിക്കും. പിന്നെ അത് കേട്ട് 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 ഇഷ്ടം പോലെ കേട്ട് കഴിഞ്ഞാൽ പിന്നെന്തിനാണ് ഞാൻ പിന്നെ പാടിക്കൊണ്ടത്. എനിക്കിന്ന് വിഷ്കൈ നീട്ടമൊക്കെ തന്നു കേട്ടോ. സ്പെഷ്യൽ അതൊന്നും പറയില്ല. ഇല്ല, അത് എല്ലാ വർഷവും തരുന്നതാണ്. എല്ലാ വർഷവും എന്റെ ബർത്ത്ഡേക്ക് പൈസ ആയിട്ടാണോ സ്പെഷ്യൽ സാധനമായിട്ടാണോ? പൈസ ആയിട്ട് തന്നെ കൊടുക്കണം. കാരണം ശ്രീകുണ്ട പോയി വാങ്ങിച്ചു തരാനുള്ള ഒന്നാമത് ടൈമില്ല. അത് എനിക്ക് ഇഷ്ടപ്പെടണമെന്നുമില്ല. ഇത്രയും സെലക്ഷൻ ഉള്ള ആൾക്ക് കൊടുക്കാനൊന്നും പേടിക്കില്ല. അല്ല അത് ഇഷ്ടപ്പെടുന്ന, അതുകൊണ്ട് ശ്രീകുണ്ട ഒരു പൈസ കുറച്ച് ഞാന് ഇത് കൊടുത്തു വിഷുക. ഞാൻ വിഷുകൈ നീട്ടം കൊടുത്തു. പകരം എനിക്ക് വിഷുകൈ നീട്ടമായിട്ട് തന്നത് മാമ്പഴ പുളിശ്ശേരി. ഞങ്ങളത് എടുത്തു പറയും, മാമ്പഴ പുളിശ്ശേരി. കാരണം അസാധ്യമായിട്ടുണ്ടായി. അതെ എനിക്കറിയാം ചേച്ചി നല്ല കുക്കാണ്. വലിയ കുക്കൊന്നും നന്നായിട്ട് വെക്കും. മാത്രമല്ല അത് സ്പീഡ്. ഇപ്പൊ ഒരു കാര്യം ഒരു മാമ്പഴ പുളിശ്ശേരി വെക്കുന്നെങ്കിൽ എളുപ്പമാണ്. പക്ഷെ അത് ചിലര് വെക്കുമ്പോഴത്തേക്ക് 1.5 മണിക്കൂറാവും. 15 മിനിറ്റ് മതി. ഞാൻ എടുക്കുന്ന എല്ലാ കാര്യവും അങ്ങനെ എടുക്കുന്ന പാത്രം അപ്പോഴപ്പോഴും ഞാൻ കഴുകി. ഇപ്പൊ ഫിഷ് കറി ആണേലും മാങ്ങാക്കറി ആണേലും ചിക്കൻ കറി ആണേലും എന്തൊക്കെയാണേലും പെട്ടെന്ന് വെക്കും, ഇമ്മീഡിയറ്റ് ആയിട്ട് വെക്കും. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലോ ഇപ്പൊ നമ്മള് ഇപ്പൊ കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാത്തിലും ചേച്ചിക്ക് സ്പീഡ് പെട്ടെന്ന് ചെയ്യണം. ഒരു സാരി എടുക്കാം, പെട്ടെന്ന് സാരി എടുക്കാം. ശ്രീകണ്ഠത്തിൽ ചോദിക്കും എത്ര മണിക്കാണ് ഇറങ്ങേണ്ടതെന്ന് ടൈം പറയും. ആ ടൈമിൽ ഞാൻ ഇറങ്ങിയിരിക്കും. സത്യമാണ്. ഇന്റർവ്യൂവിന് കറക്റ്റ് എന്നോട് പറഞ്ഞിരുന്ന ആ കറക്റ്റ് സമയത്ത് ചേച്ചി എത്തിയിട്ടുണ്ട്. സത്യമാണ്. ഞാൻ ആ ടൈം വളരെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അത് കറക്റ്റ് ആണ്.